ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നാട്ടിൽ വീട്ടിൽ വന്നപ്പോൾ ഇവിടെയുള്ള സ്ഥിതിവിശേഷമാണ്. ഇവിടെ നിറയെ കുരങ്ങന്മാരാണ്. എപ്പോഴും ഇവിടെ കാണത്തില്ല. അവന്മാരിങ്ങനെ വരും, വന്നിങ്ങനെ കറങ്ങി അഴിച്ച് അങ്ങ് പോകും. അതേപോലെ ഇരിക്കുന്നുണ്ട്, പേന് കൊന്നുകൊണ്ടിരിക്കുകയാണേ. മുകളിൽ കൂടെ കയറിയൊക്കെ ഓടും. ഇങ്ങനെ വെള്ളത്തിൻ്റെ ടാങ്കെല്ലാം തുറന്ന് അതിൽ കലക്കും കൈയിട്ട്. പിന്നെ അത് കുടിക്കാൻ വെള്ളത്തിന് കുറച്ച് നേരം കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് പിന്നെ അവർ മടങ്ങിപ്പോകും. ഇപ്പം അങ്ങനെ പേനെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ സമയം കേട്ടാ. ഇത് കണ്ട ഒരാൾ ചൊറിച്ചിൽ തന്നെ അവന്. കുറേ പേരൊക്കെ എങ്ങോട്ടാണ് പോയി. 1-2 പേര് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇനി നിൽക്കുന്നത് നമ്മൾ ഇവിടെ വാടകയ്ക്ക് നിൽക്കണ ഒരു ഡോഗിയാണ്. ഞങ്ങൾക്ക് ഇതേപോലെ സെയിം ഒരു ഡോഗി ഉണ്ടായിരുന്നു. അവൻ കുറച്ചും കൂടെ ഫാറ്റി ആയിരുന്നു. ഇവൻ്റെ പേര് അപ്പൂസ്. മറ്റേത് നമ്മൾ ടോമി, ജിമ്മി അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. ഇതിൽ ചെറുതിൽ എനിക്കൊരു കഥാപുസ്തകം ഉണ്ടായിരുന്നേ, വനസാമ്രാജ്യം എന്ന് പറഞ്ഞാൽ. അതിൽ നിറയെ കുരങ്ങന്മാരെ നല്ല അത്ഭുതകരമായ കഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വായിച്ച് ഞാൻ കാടിനെക്കുറിച്ചൊക്കെ ഒരു സ്വപ്നലോകം മനസ്സിൽ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അതുപോലെയാണ് കുരങ്ങന്മാരുടെ നമ്മുടെ വീടിന് മുന്നിൽ. ഇപ്പോൾ ഇവന്മാരെന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് കരിക്ക്, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലിച്ച് പറിച്ച് താഴെ ഇടും. അങ്ങനെ നമ്മൾ നാട്ടിൻ പുറത്ത് ഇവിടെ അടിപൊളിയായിട്ട് ജീവിച്ചു പോവുകയാണ്. ആദ്യം 1-2 ഒക്കെ വന്നു, കാടിറങ്ങി നാട്ടിലോട്ട് വന്നു. ഇപ്പോൾ ഇവന്മാർ പോകുന്നില്ല, ഇവിടെ തന്നെ സെറ്റിലാക്കി. ഇവിടെ തന്നെ അവരെ തമാശകളൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് മരത്തിലൊക്കെ ചാടി കളിക്കുന്നുണ്ട്. കണ്ട ചെടികളൊക്കെ അനങ്ങുന്നുണ്ട്. അവിടെ അവന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയും കുർബാണിയും എല്ലാം ഉണ്ട്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ സ്ലാബിൻ്റെ പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തൂങ്ങി ആടി കളിക്കുന്നുണ്ട് കുരങ്ങ്, കുട്ടിക്കുരങ്ങ്. കാണാൻ കിട്ടുന്നുണ്ട്. ഇവിടെ കളിയും തമാശയൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരു കാടിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. എൻ്റെ ബാക്കിലും എല്ലാം ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം കാണും കേട്ടോ. ഇപ്പോൾ ചക്കയും അങ്ങനെയൊന്നും പഴുത്ത സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം നേരം സ്റ്റേ ചെയ്യാൻ സാധ്യതയില്ല. എല്ലാ അഭ്യാസങ്ങളും കാണിക്കും അതൊക്കെ. ഇപ്പം പിന്നെ ആൾക്കാർക്ക് കുരങ്ങനെയൊന്നും കണ്ടൊന്നും വലിയ ഇതില്ല. എന്തോ കുരങ്ങ് സ്നേഹം ആണ്. ഒരുത്തൻ എന്തോന്നെയാണെന്ന് അറിഞ്ഞൂടാ. അതെങ്ങനെ ചരിഞ്ഞ് കിടപ്പുണ്ട്. മറ്റവർ അവിടെ വേലത്തരം കാണിക്കുന്നുണ്ട്, അങ്ങനെ നോക്കുന്നതാണെന്ന് തോന്നുന്നു. അവൻ്റെ വാലയെ പിടിച്ച് മേലെ കയറാൻ നോക്കി താഴെ തള്ളിയിട്ട് കുഞ്ഞിക്കുരങ്ങനെ. ഇന്നിവിടെ വന്നപ്പോഴേ കാപ്പിയൊന്നും ഉണ്ടാക്കി വേണ്ടി വന്നില്ല. ഇവിടെ വാടകയ്ക്ക് നിൽക്കുന്ന ചേച്ചിയാണ് നമുക്കിന്ന് ഭക്ഷണം സ്പോൺസർ ചെയ്തേക്കണം. ഇന്നത്തെ മൊത്തം ഭക്ഷണം അവരുടെ വകയാണെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ എനിക്ക് ജോലിയില്ല.
ഞാൻ അപ്പോഴത്തേക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ വേറെ ആൾക്കാരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചേട്ടൻ എൻ്റെ അടുത്ത് വരുന്നില്ല, അല്ലെങ്കിൽ വാ എന്ത് ചെയ്യുന്നു എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ്റെ അനിയത്തിയുടെ മോളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ശ്രദ്ധയൊക്കെ അങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നുണ്ട്. ഇതേ കണ്ട ഇവിടെ വന്ന് കാര്യപരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണ് അവർ ഇണചേരലും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. എന്ത് രസമാണെന്ന് നോക്കുക. എല്ലാം നല്ല വള്ളികളിലൊക്കെ തൂങ്ങി ആടി കളിക്കുകയാണ്. മൊത്തം കുട്ടിക്കുരങ്ങന്മാരിങ്ങനെ ചാടി ഓടി. വേണ്ട വീടിൻ്റെ മുന്നേ അവിടെ എല്ലായിടും അവന്മാരെ വിഹാര കേന്ദ്രമാണ്. അവിടെ മരങ്ങളിലെല്ലാം അവർ തൂങ്ങി ആടി കളിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇതൊക്കെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. പേന പോലെയാണ്. ക്ഷീണിച്ചു പോയി. അതിൻ്റെ അടുത്തിരിക്കുന്ന കുരങ്ങൻ ക്ഷീണിച്ചു പോയി. അത് ഫീമെയിലാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ കുഞ്ഞൊന്നുമല്ല. തല്ലു പിടിക്കുകയാണ്. അങ്ങോട്ട് ഓടിപ്പോയി. ഇവിടെ മതിലിൻ്റെ അടുത്തൂടെ ഓടി വന്നു. അപ്പം ഞാൻ നിൽക്കണതുകൊണ്ട് പിന്നെ നേരെ അങ്ങ് മേലെ മരത്തിലോട്ട് കയറി. അല്ലെങ്കിൽ ഇത് വഴിക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ളതാണ്. എന്തൊക്കെ മരത്തിൻ്റെ ചെടിയുടെ ഇലകളൊക്കെ ചെത്ത് പൊഴിഞ്ഞൊക്കെ കഴിക്കണുണ്ട് കേട്ടോ. ഒന്നുമില്ലാത്തതുകൊണ്ട് കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെയൊക്കെ എന്തോ കരിയിലേൻ്റെ ഇടയിലൊക്കെ എന്തോന്നൊക്കെ ചകഞ്ഞ് നോക്കുന്നുണ്ട്. എന്തേലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ പൊരിഞ്ഞ കുസ്തിയിലാണ്. അവിടെ വീണു. ഇതേ ഒരുത്തൻ മുകളിൽ വയറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇത് തെങ്ങിലോട്ട് കയറി തേങ്ങ ഇടാൻ നോക്കണം. എല്ലാവരും കുഴങ്ങും തന്നെ. ബാക്കിയകത്ത് മേലോട്ട് നോക്കി മുകളിൽ തര എന്തെങ്കിലും ചെയ്തോ. തലേൻ്റെ മുകളിൽ എല്ലാം കുരങ്ങന്മാർ തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ തപ്പൂസിൻ്റെ കുറയുന്നുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ടാണ് അവിടെ അപ്പുറത്തെ വഴി കൂടെ പാസ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഈ മതിലിൽ കൂടെ ഓടുമായിരുന്നു. ഇത് എൻ്റെ അടുത്തൂടെ പോകണം. എന്തായാലും എന്നെ ഉപദ്രവിച്ചില്ല. ഇത് വേണ്ട. ചില ആൾക്കാരൊക്കെ പറയും മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിക്കാം. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഭയങ്കര കസർത്താണ്. അത് മെയിൽ അതിൻ്റെ ഫീമെയിലാണ് കേട്ടോ. അതിനെ ഇണക്കാൻ നോക്കുകയാണ്. പക്ഷേ അതിന് താല്പര്യമില്ല. ഭയങ്കര ഗുസ്തി നടക്കുകയാണ് രണ്ടുപേരെയും കൂടെ. വേണ്ട നോക്കിയിരിക്കണുണ്ട്. അടുത്ത് പിന്നെ തുടങ്ങി.
ഉണങ്ങിയ കരിയിലേൻ്റെ ഇടയിൽ നിന്ന് എന്തോ കഴിക്കുന്നുണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ പോവുകയാണ്. മതി, നിങ്ങൾക്കൊന്നും കാണാൻ താല്പര്യം കാണില്ല. എന്നാലും ഇവരെയൊക്കെ നാട്ടിൽ വന്നപ്പോൾ ഇത്രയൊക്കെ എടുത്തില്ലെങ്കിൽ എന്താ പോലെ. അതുകൊണ്ട് കുറച്ചൊക്കെ കുരങ്ങന്മാരെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.